സുഹൃത്തുക്കളെ, ഈ വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കാണണം. ഇപ്പോൾ തിരഞ്ഞെടുപ്പ് അടുത്ത് വരാണ്. അന്നേരം നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ദയവ് ചെയ്ത് ആരും അടിവെക്കരുത്, പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത് ഒരു നാട്ടിലും. ഇലക്ഷന് നമ്മുടെ ലോകകപ്പിൽ വരുന്നത് പോലെ, അർജൻറ്റീന ബ്രസീലെല്ലാം ടീമാവുന്നത് പോലെ ഓരോ പാർട്ടിക്കാരായി തിരഞ്ഞെടുപ്പ് കഴിയലോട് കൂടി അതിൻ്റെ വാശി തീരണം. അത് കഴിഞ്ഞാൽ പിന്നെ വാശി ഉണ്ടാകരുത്. നമ്മളെ മെമ്പറാവാൻ വേണ്ടി മത്സരിക്കണ നമ്മുടെ സഹോദരന്മാരെ കോലെല്ലാം കണ്ടിനിപ്പോൾ. അവർ ഊണും ഉറക്കമില്ലാതെ പാഞ്ഞ് നടന്നിട്ട് എല്ലാവരും മെലിഞ്ഞു പോവാണ്. അത് നിങ്ങൾ വെറുതെ പ്രശ്നങ്ങൾ കൂടി ഉണ്ടാക്കിയിട്ട്, അടിപിടി ഉണ്ടാക്കിയിട്ട് ഇനിയും ഒരു തലവേദന അവർക്ക് ഉണ്ടാക്കരുത്. അവർ നിങ്ങൾ ഒരു വാക്കും പറയരുത്. ഏത് പാർട്ടിയുടെ സ്ഥാനാർത്ഥികളാണെങ്കിലും അവർ നിങ്ങൾ കുറ്റം പറയണ്ട. അവരാകെ ടെൻഷൻ അടിച്ച് നടക്കാണ്. പിന്നെ ഈ അടിപിടി ഉണ്ടായാൽ, കേസ് വന്നാൽ ആരുണ്ടാവില്ല, നമ്മൾ തന്നെ പോകേണ്ടി വരും. കേസ് വന്നാൽ നമ്മൾ ചിലപ്പോൾ പെങ്ങളെ കല്യാണത്തിനാവും ചിലപ്പോൾ കേസ്. പോയിട്ടില്ലെങ്കിൽ വാറുണ്ടാവും. അതിനൊന്നും നിൽക്കണ്ട. ഒരു 5000-6000 രൂപ ശമ്പളം കിട്ടും ഒരു മെമ്പറിന്. പിന്നെ എന്തെങ്കിലും വികസനങ്ങൾ വന്നാലേ എന്തെങ്കിലും ചാവടിക്കാനും കിട്ടുള്ളൂ. നമ്മുടെ നാടുകളിലെല്ലാം വികസനത്തിന് ഒരു റോഡ് വരാൻ പോലും ആൾക്കാർ സ്ഥലം കൊടുക്കാത്ത നാടുകളാണ്. അന്നേരം ഈ മെമ്പർമാർക്ക് ഒരു ഉറുപ്പ്യ കിട്ടില്ല. ആ സാധുക്കളെ നിങ്ങൾ വിഷമിപ്പിക്കരുത്, ആരും അടിപിടി ഉണ്ടാക്കരുത്. എല്ലാവരും സൗഹാർദ്ദപരമായി ആശയത്തെ ആശയപരമായി നേരിടുക. കയ്യൂക്ക് കൊണ്ടോ വടി കൊണ്ടൊന്നും നേരിടണ്ട. ഓക്കെ. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത്, നമ്മുടെ ഒരു ചാണക പൊട്ടന് ഇപ്പോൾ പറയണതെന്ന് കേട്ടു. സകല പ്രവചനങ്ങളെയും മറികടന്നുകൊണ്ട് ഇന്ത്യൻ GDP 8.2% വളർച്ച രേഖപ്പെടുത്തിയിരിക്കുന്നു. പ്രത്യേകം ഓർക്കണം, അമേരിക്ക നമുക്കെതിരെ 50% തീരുവ ഏർപ്പെടുത്തിയിട്ടും നമ്മുടെ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥക്ക് ഒരു ചുക്കും സംഭവിച്ചിട്ടില്ല. നമ്മുടെ രാജ്യം മേലോട്ട് തന്നെ കുതിച്ചുയർന്നു. ഇതൊന്നും വെറുതെ അങ്ങ് സംഭവിച്ചതല്ല. GST ഉൾപ്പെടെ കുറച്ചുകൊണ്ട് തന്ത്രപരമായ നീക്കങ്ങളിലൂടെ ഏത് ലോക പോലീസ് നമ്മുടെ രാജ്യത്തിനെതിരെ നിന്ന് കഴിഞ്ഞാലും അതിനെയൊക്കെ മറികടക്കുന്ന ചടുലമായ നീക്കങ്ങൾ നടത്തുന്ന ദീർഘവീക്ഷണമുള്ള ഭരണാധികാരി നരേന്ദ്രമോദിയെ നമ്മുടെ രാജ്യത്തിന് നേതൃത്വം കൊടുക്കുന്നത് കൊണ്ടാണ് നമ്മുടെ രാജ്യം ഇതുപോലെ നേട്ടങ്ങൾ കൊയ്യുന്നത് എന്ന് സകല ആളുകളും അഭിമാനത്തോടുകൂടി തിരിച്ചറിയാൻ ഞങ്ങൾ തലി ചാണകല്ല, തിരിച്ചറിയുക. ഈ പൊട്ടൻ്റെ തലി ചാണകമാണ്. എന്തൊക്കെ മണ്ടത്തരങ്ങൾ പറയണേ. ലോകത്ത് പട്ടിണിയിൽ 127 രാജ്യങ്ങളെ എടുത്തതിൽ 116 സ്ഥാനമാണ് ഇന്ത്യക്ക്. 13 കോടി ജനങ്ങളാണ് ഇവിടെ പട്ടിണി എടുക്കണേ. UPA സർക്കാരിൻ്റെ കാലത്ത് ഒരു ഡോളറിന് 50-55 രൂപ ഉണ്ടായിട്ടുള്ളൂ. ഇപ്പോൾ ഒരു ഡോളറിന് 90 രൂപ മുതലെത്തി. രൂപൻ്റെ മൂല്യം ഇടിഞ്ഞ് ഇനി ഇടിയാനില്ല. അങ്ങനെ കൂപ്പുകുത്തി നിൽക്കുമ്പോഴാണ് ഇവൻ്റെ ഓരോ തള്ളലി. 2014 മോഡി പ്രസംഗിച്ചതെന്ന് കേട്ടോക്ക്. ऐसे नहीं होता मित्रों, मैं शासन में बैठा हूं, मुझे मालूम है किस प्रकार से रुपया इतनी तेजी से गिर नहीं सकता. अरे नेपाल का रुपया नहीं गिरता है, बांग्लादेश की करेंसी नहीं गिरती है, पाकिस्तान की करेंसी नहीं गिरती, श्रीलंका की करेंसी नहीं गिरती. क्या कारण है हिंदुस्तान का रुपया पतला होता जा रहा है? ये जवाब देना पड़ेगा आपको. देश आपसे जवाब मांग रहा है. ഇതന്നെ ഞങ്ങൾക്ക് ഇപ്പോൾ ചോദിക്കാനുള്ളത്. പാകിസ്ഥാൻ്റെയും ബംഗ്ലാദേശിൻ്റെയും രൂപൻ്റെ മൂല്യം ഇടിയണില്ല. നമ്മളെ രൂപൻ്റെ മൂല്യം എങ്ങനെ ഇടിയാണ്? എന്തുകൊണ്ട് ഇങ്ങനെ ഇടിയണേ? അതിന് ഉത്തരം പറയും. നിങ്ങളല്ലേ ഒരു കാലത്ത് ചോദിച്ചേ, അതേപോലെ തന്നെ ഞങ്ങളിതപ്പോൾ ചോദിക്കണ്. ഇതിന് ഇടിയാൻ കാരണം ആര്? ഇപ്പോൾ ഒരു ഡോളറിന് 90 രൂപയായി. എന്നൊരു തള്ളലിനൊരു കുറവുമില്ല ഈ സംഖ്യകൾക്ക്. ചാണകം തീനികൾ വിശ്വസിക്കും ഈ കള്ളക്കണക്കെല്ലാം.
2013 GDP കണക്ക് കാണിച്ചുകൊണ്ട് ഇപ്പോൾ പറഞ്ഞാൽ എന്താ പാട്? ഈ കണക്ക് IMF-ൽ കൊണ്ടുപോയിട്ട് അവർ പറയാണ് ഈ കണക്ക് ഇന്ത്യയിൽ പോയി ബോധിപ്പിച്ചാൽ മതി. നാവുണ്ടെന്ന് വിചാരിച്ച് ഇങ്ങനത്തെ പൊള്ളൊന്നും പറയരുത്. തൊഴിലില്ലായ്മ രൂക്ഷമാണ് ഇവിടെ. ഇനി വരുന്ന യുവാക്കൾക്കൊന്നും ഇവിടെ പണില്ല. എല്ലാവരും വിദേശത്തേക്ക് കയറാണ്. പിന്നെ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കളിയല്ല. വേറൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത്, കേരളം PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ച് എല്ലാവരും അറിയും. എന്താണ് PM ശ്രീ എന്ന് പറഞ്ഞാൽ? കേന്ദ്ര വിദ്യാഭ്യാസ നയം കേരളത്തിലും നടപ്പാക്കുന്ന പദ്ധതിയാണ് PM ശ്രീ. അത് നടപ്പിലാക്കിയാൽ നമ്മുടെ സ്കൂളുകൾ കാവ്യവൽക്കരണം നടത്തുന്നതിൻ്റെ ആദ്യ സ്റ്റെപ്പാണ് ഈ PM ശ്രീ എന്ന് പറഞ്ഞ പദ്ധതി. വിദ്യാഭ്യാസം കാവ്യവൽക്കരിച്ചാലുള്ള ദോഷം എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഗാന്ധിജിയെ കൊന്ന ഗോഡ്സയെ രാഷ്ട്രപിതാവായി അവർ പഠിപ്പിക്കും. ഷൂ നക്കിയ സവർക്കറെ സ്വാതന്ത്ര്യ സമര സേനാനിയായി നമ്മളെ കുട്ടികൾ പഠിക്കേണ്ടി വരും. ഇതൊന്നും അറിയാത്തവരല്ല ഇവിടെ ഭരിക്കുന്ന ആൾക്കാർ. നക്കാപ്പിച്ച കാശിന് വേണ്ടി നമ്മുടെ അഭിമാനത്തെ പണയം വെക്കരുത്. അതിന് ഒരു പാലമായി നിന്നത് ജോൺ ബ്രിട്ടാസാണ്. ഇത് ഞാൻ വെറുതെ പറയണതല്ല. നമ്മുടെ കേന്ദ്രമന്ത്രി ഇന്നലെ രാജ്യസഭയിൽ പറഞ്ഞതാണിത്. അതൊന്ന് കണ്ടോക്ക്. PM ശ്രീ എന്ന സംഘപരിവാർ പദ്ധതി എങ്ങനെ കേരളത്തിൽ വന്നു? ദേശീയ വിദ്യാഭ്യാസ നയത്തിനെതിരെ വാൾ ഉയർത്തിയ CPM എങ്ങനെ ആ വാൾ ഉറയിലിട്ട് മോദിക്ക് കീഴടങ്ങി? ഇടക്കാലത്ത് വിവാദം തണുത്തെങ്കിലും ഇന്ന് വീണ്ടും PM ശ്രീയിൽ പുതിയ വിവാദം തിരികൊളുത്തപ്പെട്ടു. ഈ സംഘപരിവാർ പദ്ധതിയിൽ പിണറായി സർക്കാരിനും മോദി സർക്കാരിനും ഇടയിലെ പാലം ജോൺ ബ്രിട്ടാസ് എന്ന് വെളിപ്പെടുത്തുകയാണ് പാർലമെന്റിൽ കേന്ദ്രമന്ത്രി. PM ശ്രീ പദ്ധതിയിൽ കേന്ദ്രത്തിനും കേരളത്തിനും ഇടയിൽ പാലമായത് ജോൺ ബ്രിട്ടാസ് MP എന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനാണ് രാജ്യസഭയിൽ പറഞ്ഞത്. ആ വാക്കുകളിലേക്ക്. He himself mediate with his state government, with union government. My dear friend John Brittas, I am very thankful to him. He create the bridge between government of Kerala and government of India. At one point of time, they agreed to sign the PM Shri MOU. Later on, what compelled them, I don't know. Honorable Minister, Kerala government come to see me. I don't want to quote. It is their problem. They are facing dilemma within themselves. Due to their internal contradictions, they are not implementing PM Shri. And if I quote, what are there in the PM Shri? ഇപ്പോൾ PM ശ്രീ കരാർ ഒപ്പിടുന്നതിൽ മധ്യസ്ഥം വഹിച്ചിട്ടില്ലെന്നാണ് ജോൺ ബ്രിട്ടാസ് MP പ്രസ്താവനയ്ക്ക് മറുപടിയായി സഭയ്ക്ക് പുറത്ത് പറഞ്ഞത്. മന്ത്രി ശിവൻകുട്ടിയുമായി പലതവണ കേന്ദ്രമന്ത്രിയെ കണ്ടിട്ടുണ്ട്. കേന്ദ്രമന്ത്രിയുടെ വാക്കുകൾ വളച്ചൊടിക്കരുതെന്നാണ് ബ്രിട്ടാസ് പറഞ്ഞത്. ബിനുരാജ് ചേരുകയാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി. ബിനുരാജ്, വളരെ കൃത്യമായി തന്നെ മീഡിയേറ്റഡ് ബ്രിഡ്ജ് എന്നീ വാക്കുകൾ കേന്ദ്രമന്ത്രി രാജ്യസഭയിൽ പറയുന്നുണ്ട്. എന്നാൽ ബ്രിട്ടാസ് പറയുന്നു അതിലെ വായന അങ്ങനെ ആകരുതെന്ന്. അപ്പോൾ എന്താണ് നമ്മൾ വായിച്ചെടുക്കേണ്ടത്? PM ശ്രീ പദ്ധതിയിൽ CPM നിരത്തിയ പ്രതിരോധങ്ങളെല്ലാം പാടെ നിരാകരിക്കുന്നതാണ് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ഇന്ന് രാജ്യസഭയിൽ നടത്തിയ വെളിപ്പെടുത്തൽ. കേന്ദ്രവും സംസ്ഥാനവും തമ്മിൽ എത്തിച്ചേർന്ന ധാരണയിലെ പാലമായിരുന്നു ജോൺ ബ്രിട്ടാസ് MP എന്നും അതിന് ബ്രിട്ടാസിനോട് നന്ദിയുണ്ടെന്നുമാണ് മന്ത്രി പറഞ്ഞത്. സർക്കാരിലെ ഉൾപ്പോരാണ് പദ്ധതിയിൽ നിന്ന് കേരളം പിൻവലിയാൻ കാരണമായതെന്ന് മന്ത്രി പറയുമ്പോൾ CPIയുടെ കടുംപിടുത്തത്തെക്കുറിച്ചാണ് സൂചന നൽകിയത്. എന്തായാലും പിന്നീട് സഭയിൽ സംസാരിച്ച ബ്രിട്ടാസ് മന്ത്രിയെ തിരുത്താൻ ശ്രമിച്ചില്ല. സമഗ്ര ശിക്ഷാ പദ്ധതിയിലെ പണം PM ശ്രീയിൽ നിന്ന് പിന്മാറിയതോടെ കിട്ടുന്നില്ല എന്നുള്ള പരാതിയാണ് ബ്രിട്ടാസ് രാജ്യസഭയിൽ ഉന്നയിച്ചത്. അതുകൊണ്ട് കരാറിൽ ഒപ്പുവയ്ക്കാൻ നിർബന്ധിതമായി എന്ന് പറഞ്ഞു വെക്കാൻ കൂടിയാണ് ശ്രമിച്ചത്. അതാണ് മന്ത്രി പൊളിച്ചതും. PM ശ്രീയിൽ സർക്കാർ തിടുക്കത്തിൽ ഒപ്പുവെച്ചതിന് പിന്നിൽ ആര് എന്ന് സജീവമായ ചോദ്യത്തിന് മുന്നിലേക്കാണ് മന്ത്രിയുടെ ഈ വെളിപ്പെടുത്തൽ വരുന്നത്. പദ്ധതിയെ CPM നഖശിഖാന്തം എതിർത്തിരുന്നപ്പോഴും നീക്കുപോക്കുകൾ നടന്നിരുന്നുവെന്ന് ധർമ്മേന്ദ്ര പ്രധാന്റെ വാക്കുകൾ വ്യക്തമാക്കുകയാണ്. ബ്രിട്ടാസും രാജ്യസഭയിൽ മുമ്പ് ഈ പദ്ധതിക്കെതിരെ രൂക്ഷമായി സംസാരിച്ചിരുന്നു. അപ്പോൾ ബ്രിട്ടാസിന്റെ ഇരട്ടത്താപ്പ് മന്ത്രി പൊളിച്ചെന്നുള്ള പരിഹാസവും ശക്തമാവുകയാണ്. ഇങ്ങനെ ഒരു നീക്കത്തെക്കുറിച്ച് അറിഞ്ഞിരുന്നേ ഇല്ലെന്ന് പരിതപിച്ച ദില്ലിയിലുള്ള CPM ജനറൽ സെക്രട്ടറി MA ബേബിയും ബ്രിട്ടാസ് പാലമായത് അറിഞ്ഞില്ല എന്ന് വേണം കരുതാൻ. CPIയും ധർമ്മേന്ദ്ര പ്രധാന്റെ വെളിപ്പെടുത്തലിനോട് എങ്ങനെ പ്രതികരിക്കുമെന്നത് പ്രധാനമാണ്. പ്രധാന വാക്കുകൾ ആയുധമാക്കി CPM BJP അന്തർധാര പുറത്തായി എന്നുള്ള വിമർശനം കോൺഗ്രസ് ശക്തമാക്കുകയുമാണ്. നമ്മുടെ ബംഗാളിലും തമിഴ്നാട്ടിലും ഈ പദ്ധതി നടപ്പാക്കണില്ല.
നമ്മുടെ കേരളത്തിൽ അത് നടപ്പാക്കുന്നതിനെ ഇപ്പോൾ ഭരണകക്ഷി തന്നെ CPI കുറേ എതിർത്ത് നിന്ന്, എന്നിട്ടും വകവെക്കാതെ അത് ഒപ്പുവെച്ചിന്. അതിനിടയിൽ പാലമായി നിന്നത് ജോൺ ബ്രിട്ടാസ് എന്ന് പറയുന്ന MP ആണ്. ആദ്യത്തെ വാർത്ത വായിക്കുന്ന ആളാണ്, എല്ലാവർക്കും അറിയും. കാരണം ഞാൻ പറഞ്ഞത് ശരിയായില്ല. ഇപ്പം ഇവിടെ കോൺഗ്രസ്സിലും CPM-ലെല്ലാം നമ്മുടെ BJP-യുമായി സഹകരിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. ഇവരെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പാലങ്ങളാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ ഭരിക്കണ പിണറായി സർക്കാർ RSSനോട് മൃദു സമീപനമാണ് ഇവിടെ നടക്കുന്നത്. നമ്മുടെ നാട്ടിലെ ആഭ്യന്തരം RSSന് ഓശാന പാടണ വിധികളാണ് ഇതുവരെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനൊരു ചെറിയ ഉദാഹരണമാണ് നമ്മുടെ റിയാസ് മൗലവിയെ പള്ളി കയറി നിഷ്ഠൂരമായി കൊന്ന RSS പ്രതികളെ ഇപ്പോൾ പോലീസ് എഴുതിയ FIR-ൻ്റെ പേരിൽ വെറുതെ വിട്ട് പ്രതികൾ കള്ളു കുടിച്ച് അറിയാതെ ചെയ്തതെന്ന് പറഞ്ഞിട്ടുണ്ട്. RSS പ്രതികളാകുന്ന എല്ലാ കേസുകളും അവർ ഒന്നുകിൽ മാനസിക രോഗി അല്ലെങ്കിൽ വെളിവില്ലാതെ ചെയ്തത്. അതാണ് പറയണത്. BJP-യെ വളർത്തുന്നതിൽ ഇടതും വലതും മുഖ്യമായ പങ്കുവിടെ വഹിച്ചിന്. പ്രത്യേകിച്ച് ഇതുവരെ കാണാത്ത രീതിയിലാണ് ഇപ്പോഴത്തെ സർക്കാർ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. അത് എന്താണെന്ന് നമുക്കൊരു പിടുത്തം കിട്ടണില്ല. ഇന്ത്യയിലെ BJP ഇതര മുഖ്യമന്ത്രിമാർക്കെതിരെ എല്ലാ സംസ്ഥാനത്തും ED റെയ്ഡ് അല്ലെങ്കിൽ കേസ്. നമ്മുടെ സംസ്ഥാനത്ത് നമ്മുടെ മുഖ്യമന്ത്രിക്കെതിരെ ഒരു റെയ്ഡോ ഇതോ ഒന്നുമില്ല. അത് ഇങ്ങനെ അവർ പറയണതെല്ലാം ഇവിടെ നടപ്പാവാണ്. എന്നിട്ട് പിന്നെ അവർ റെയ്ഡ് നടത്തൂല. അവർ എന്തോ പഴയ കേസുകളും അതും ഇതൊക്കെ കുത്തിപ്പൊക്കി റെയ്ഡിന് വരാതിരിക്കാനുള്ള അടവായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കോൺഗ്രസ്സുകാർ BJP ആയി, കോൺഗ്രസ് BJP ആയി എന്നിങ്ങനെ പറയും. അവരും BJPക്ക് പോണ്. അതേപോലെ തന്നെ CPM-ന്ന് കോൺഗ്രസ്സിലേക്കും പോണ്. അതേപോലെ CPM ഉള്ളവർ തന്നെ RSSന് ചാരപ്പണി ചെയ്യണ്. അതിനൊരു ചെറിയ ഉദാഹരണമാണിത്. പഴയ കാലത്തും CPM RSSനാണ് സഹകരിച്ചിട്ടില്ലേ? 89-ൽ BJP നാട്ടല്ലേ അവർ ഭരിച്ചത്. അന്നേരം അധികാരം എവിടെയാണോ ഉള്ളത് അവിടെ എല്ലാവരും ഉണ്ടാവും. അത് അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ജനങ്ങൾക്ക് ഉപകാരമുള്ള കാര്യങ്ങളിൽ എല്ലാവരും ഒരുമിച്ച് നിൽക്കുക. ഇതാരെയും കുറ്റപ്പെടുത്താൻ പറയണമല്ല, യാഥാർത്ഥ്യം പറഞ്ഞെന്ന് മാത്രം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ് ചെയ്യാം.